ദൃശ്യം 3 എന്ന സിനിമ ഒരു ടിപ്പിക്കൽ സസ്പെൻസ് ത്രില്ലറായിട്ടല്ല ഇത്തവണ അവർ അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. പകരം ഡയറക്ടർ ജീത്തു ജോസഫ് ഇതിലെ പ്രധാന കഥാപാത്രമായിട്ടുള്ള ജോർജ് കുട്ടിയുടെ ഒരു ഇമോഷണൽ സൈഡും അതുപോലെ ഒരു മെൻ്റൽ പ്രഷറൊക്കെയാണ് സിനിമയിൽ പ്രധാനമായിട്ടും കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രീവിയസ് പാർട്സിലെ പോലെ ഷോക്കിംഗ് ആയിട്ടുള്ള ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചു പോകുന്ന ഓഡിയൻസിന് സിനിമ അല്പം നിരാശയാവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ സിനിമ ഇമോഷണലി നന്നായിട്ട് തന്നെ വർക്കായിട്ടുണ്ട്. മോഹൻലാൽ എന്ന ആക്ടർ ഒന്നുകൂടിയും തെളിയിക്കുകയാണ് എന്തുകൊണ്ടാണ് ജോർജ് കുട്ടി എന്ന ക്യാരക്ടർ ഇത്രമാത്രം ഐക്കോണിക് ആയെന്നുള്ളത്. ഈ സിനിമയിലെ മോഹൻലാലിന്റെ പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു സിനിമയിലെ ഏറ്റവും ഒരു പോസിറ്റീവും അതുപോലെ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയത്. വളരെ ഗംഭീരമായിട്ടാണ് മോഹൻലാൽ ഈ ഒരു സിനിമയിലെ ക്യാരക്ടറിനെ ആസ് യൂഷ്വൽ പുള്ളി പ്രസന്റ് ചെയ്തിരിക്കുന്നത്. എസ്പെഷ്യലി ഇൻ ഇമോഷണൽ സീൻസ് നല്ല നാച്ചുറൽ ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. ഡയറക്ടർ ജീത്തു ജോസഫിന്റെ സ്ഥിരം ഒരു ബ്രില്യൻറ്റ് ആയിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേ ആണ് ഇതിലും അദ്ദേഹം ഫോളോ ചെയ്തിരിക്കുന്നത്. അതിലൂടെ തന്നെ ടെൻഷൻ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇതൊരു ക്യാരക്ടർ ഡ്രിവൺ ആയിട്ടുള്ള സിനിമയാണ്. സിനിമയുടെ ഫസ്റ്റ് ഹാഫ് എനിക്കൊരു ഡീസൻറ്റ് ഫസ്റ്റ് ഹാഫ് ആയിട്ടാണ് തോന്നിയത്. വലിയ ഗംഭീരമൊന്നും പറയാനില്ല, എന്നാലും നമുക്കൊരു ഓക്കെ ഫസ്റ്റ് ഹാഫ് ആയിരുന്നു. പല ഫോഴ്സ്ഡ് ആയിട്ടുള്ള ഡയലോഗ്സും അതുപോലെ സീരിയൽ ലെവലിലുള്ള മേക്കിംഗ് ഉള്ള കുറച്ച് സീൻസ് ഒക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാലും കുഴപ്പമില്ലാത്തൊരു ഫസ്റ്റ് ഹാഫ് ആയിരുന്നു. ജോർജ് കുട്ടിയുടെ ഫാമിലിയും പുള്ളിയുടെ ആ ഒരു മെൻ്റൽ സ്റ്റേറ്റും ആ ഒരു ക്യാരക്ടറിൻ്റെ ഇമോഷൻസ് ആയിട്ടുള്ള ഫിയറും ഗിൽറ്റും ഇതൊക്കെ ഓഡിയൻസിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ചെറിയ രീതിയിൽ ലാഗൊക്കെ തോന്നും, എന്നാലും കുഴപ്പമില്ലാത്തൊരു ഫസ്റ്റ് ഹാഫ് ആയിരുന്നു. എന്നാൽ സിനിമയുടെ സെക്കൻഡ് ഹാഫ് ഗ്രാജുവലി അതിൻ്റെ ആ ഒരു ടെൻഷനും എല്ലാം വെച്ചിട്ട് പേസിങ്ങിലൊക്കെ അത്യാവശ്യം എൻഗേജിങ് ആയി പോകുന്നുമുണ്ട്. സിനിമയുടെ ക്ലൈമാക്സിനോടൊക്കെ എത്തുമ്പോഴത്തേക്കും ആ ഇമോഷണലി ഹിറ്റ് ചെയ്യാൻ നോക്കിയതൊരു ഫ്രഷ് ഫീൽ ആയിട്ട് തോന്നി. അതുപോലെ തന്നെ ജോർജ് കുട്ടി എന്ന കഥാപാത്രത്തിനെ ഒരു എല്ലാത്തിൻ്റെ ഒരു മാസ്റ്റർ മൈൻഡ് ആയിട്ട് പ്രസന്റ് ചെയ്യാതെ പകരം ഈ ഒരു പ്രഷർ സിറ്റുവേഷനിൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു അച്ഛനായിട്ട് കാണിച്ചതും നന്നായിട്ട് തന്നെ സിനിമയിൽ വർക്കായിട്ടുണ്ട്. സിനിമയിലെ ഇമോഷൻ പോർഷൻസും ഒക്കെ നന്നായിട്ട് തന്നെ എനിക്ക് പേഴ്സണലി വർക്കായിട്ടുണ്ട്. സോ ആസ് എ ഹോൾ പറഞ്ഞു കഴിഞ്ഞാൽ ദൃശ്യം 3 എന്ന സിനിമ ഈ ഒരു ഫ്രാഞ്ചൈസിലെ ഏറ്റവും മികച്ച സിനിമയാണെന്നൊന്നും ഞാൻ പറയില്ല, പക്ഷെ ഒരു ഡീസൻറ്റ് സിനിമയാണ്. ഇതിലെ ഇമോഷൻസ് ഒക്കെ നമുക്ക് നന്നായി തന്നെ വർക്കാവും. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സിനിമയുടെ പ്രീവിയസ് പാർട്സിലെ പോലെ വലിയ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാതെ നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇമോഷണലി നന്നായിട്ട് വർക്കാവുന്ന ഒരു സിനിമയാണ് ദൃശ്യം 3. അപ്പോൾ ഈ ഒരു സിനിമ കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക.